ഇസ്രായേൽ അമേരിക്കൻ കപ്പലും അമേരിക്കൻ യുദ്ധവിമാനങ്ങളും തകർക്കുമെന്ന് അമേരിക്കക്ക് ഭയമായിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം. യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. സംഭവം വേർപിരിഞ്ഞിട്ടില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള അന്തരമുണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല, കുടിപ്പക പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗം വെട്ടുന്ന രീതിയിലേക്ക് ആന്തരികമായി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. രൂക്ഷമായ രീതിയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും ഭരണ സംവിധാനത്തെയും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ലോകത്ത് ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന ഒരേ ഒരു രാജ്യം അമേരിക്ക മാത്രമാണ്, അതുകൊണ്ട് അമേരിക്കയോട് കളിക്കുന്ന സമയത്ത് സൂക്ഷിച്ചു വേണം എന്നൊരു പരാമർശം നടത്തുകയും ചെയ്തു. അമേരിക്കയെ മുമ്പ് ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അമേരിക്കയുടെ യുദ്ധക്കപ്പൽ തകർത്തുകൊണ്ട് 34ഓളം അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ. അതിൻ്റെ തനിയാവർത്തനം ഉണ്ടാകുമോ എന്നൊരു ഭയം ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കക്ക് മാത്രമല്ല മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ട്. അന്ന് നടന്നതിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അന്നത്തെ വിഷയം ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഇന്ന് 2026 നമ്മൾ സംസാരിക്കുമ്പോൾ ലെബനാനാണ് അതിൽ കക്ഷിയായി വരുന്നത്. ഏറെക്കുറെ സമാനമായിരിക്കുന്ന സ്ഥിതിയാണ്. അന്ന് ഈജിപ്ത് ആണെങ്കിൽ ഇന്ന് ഇറാനാണ് എന്ന് മാത്രം. ഏറെക്കുറെ സാഹചര്യങ്ങളും അവസ്ഥകളും ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണ് കഴിഞ്ഞ പ്രാവശ്യം നടന്ന സംഭവം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇസ്രായേൽ അമേരിക്കയുടെ പടക്കപ്പലുകൾ യുദ്ധക്കപ്പലുകൾ തകർത്തു എന്ന് മാത്രമല്ല, 34 പേരെ കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, കപ്പലിൻ്റെ കഥ കഴിച്ചു എന്നുള്ളതാണ്. ആ സംഭവം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആഴത്തിൽ മുറിവേറ്റതാണ്. പരിഹരിക്കാൻ പറ്റാത്ത വിധം നാണം കെട്ടിരിക്കുന്ന ഒരു അവസ്ഥ അന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കക്കുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. USS ലിബർട്ടി എന്ന കപ്പലാണ് തകർക്കപ്പെട്ടത്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അപമാനം സഹിക്കേണ്ട ഒരു അവസ്ഥ മുൻപ് ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടിൽ കാണുന്നു. എൽ കാസിർ എന്ന ഈജിപ്ഷ്യൻ കപ്പലാണ് എന്ന് കരുതി അമേരിക്കയുടെ കപ്പലിനെ ആക്രമിച്ചതാണ് എന്ന് പിന്നീട് ഇസ്രായേൽ വിശദീകരിച്ചു. അത് യാഥാർത്ഥ്യമല്ലെന്ന് അമേരിക്കൻ സൈനികർ പറയുകയും ചെയ്തു. 1967 ജൂൺ മാസം 8-ാം തീയതിയാണ് സംഭവം നടക്കുന്നത്. അമേരിക്കയുടെ ലിബർട്ടി എന്ന നാവികസേനയുടെ ഒരു രഹസ്യ വിവര ശേഖരണ കപ്പൽ 6 ഡേ വാർ 6 ദിവസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സിനായ് ഉപദ്വീപിൻ്റെ സമീപമുള്ള അന്താരാഷ്ട്ര ജലപാതയിൽ വെച്ച് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർക്കപ്പെടുന്നു. അവിടെ നിരീക്ഷണം നടത്താൻ വേണ്ടി പ്രത്യേകമായി അമേരിക്കയുടെ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് കപ്പൽ ഈ മേഖലയിലേക്ക് എത്തിയത്. ആ കപ്പൽ നിരീക്ഷണം നടത്തിക്കൊണ്ട് ആക്രമിച്ചു എന്നുള്ളതാണ് പരാതി. യുദ്ധവിമാനങ്ങൾക്ക് പുറമെ ടോർപിഡോ ബോട്ടുകളും കപ്പലിനെ ആക്രമിച്ചു. മെഷീൻ ഗണ്ണ്, റോക്കറ്റ്, നാപ്പാം ബോംബ് പോലെയുള്ള സംവിധാനങ്ങൾ തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിരിക്കുന്ന ഒരു ശത്രുവിനെ എങ്ങനെയാണോ ആക്രമിക്കേണ്ടത് സമാനമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചു എന്നുള്ള 34 സൈനികർ തൽക്ഷണം കൊല്ലപ്പെട്ടു. 171 പേർക്ക് പരിക്കേറ്റു. കപ്പൽ നടുക്കെ പിളർന്നു. മാപ്പ് പറഞ്ഞ് ഇസ്രായേൽ തടി തപ്പി. ഈജിപ്ഷ്യൻ കപ്പലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാപ്പ് പറയുന്നത്. എന്നാൽ സംഭവത്തെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് അമേരിക്കയും ലോകവും ഞെട്ടി. സംഭവത്തിൽ രക്ഷപ്പെട്ട നാവികരും ഉദ്യോഗസ്ഥരും ആക്രമണം മനഃപൂർവ്വമായി ഇസ്രായേൽ ഉണ്ടാക്കിയതാണ് എന്ന് മൊഴി കൊടുത്തു. കപ്പലിൽ അമേരിക്കയുടെ പതാക വളരെ ഉയരത്തിൽ തന്നെ കെട്ടിയുയർത്തിയിട്ടുണ്ട് എന്നുള്ളതും ആകാശ നിരീക്ഷണം നടത്തുന്ന ഒരു യുദ്ധവിമാനങ്ങൾക്ക് കൃത്യതയോടുകൂടി തായ്ഭാഗത്തുള്ള കപ്പൽ അമേരിക്കയുടേതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നതിനപ്പുറം ചുറ്റുഭാഗമുള്ള ബോട്ടിൻ്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 2 നോട്ടിക്കൽ മൈൽ ദൂരത്തുനിന്നെങ്കിലും ഈ കപ്പലിലെ ഉയരത്തിലുള്ള വലിയ ദേശീയ പതാക അമേരിക്കയുടേത് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. 2 തരത്തിൽ ആക്രമണം നടത്തു. ആകാശത്ത് നിന്ന് വിമാനം വഴി എന്ത് ചെയ്തു, ബോംബ് സ്ഫോടനം നടത്തി
അതോടനുബന്ധിച്ച് തന്നെ ബോട്ടുകൾ വളഞ്ഞുകൊണ്ട് അങ്ങനെ ആക്രമിക്കുകയും ചെയ്തു. ഇസ്രായേൽ വിമാനങ്ങൾ മുമ്പ് കപ്പലിനെ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു. അതായത് ഉദ്യോഗസ്ഥർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് ഈ കപ്പലിനെ, ഇവിടെ ഉണ്ടായിരുന്ന കപ്പലിനെ പല ഘട്ടങ്ങളിലായി ഇസ്രായേലിൻ്റെ സൈനികർ ആകാശത്ത് വെച്ച് നിരീക്ഷണം നടത്തി. അതോടൊപ്പം തന്നെ കടലിൽ വെച്ചുകൊണ്ട് അവരുടെ ബോട്ട്, പ്രത്യേകമായിരിക്കുന്ന പ്രാക്ടിക്കൽ ലഭിച്ച സൈനികരുടെ സഹായത്തോടു കൂടി ബോട്ട് നിരീക്ഷണം നടത്തുകയും ചെയ്തു. ചിലർ മനഃപൂർവ്വം ഈ വിവരശേഖരങ്ങൾ മറച്ചു വെച്ചു എന്ന് പറയപ്പെടുന്നു. അതായത് അമേരിക്കയുടെ സൈനികരുടെ കൂട്ടത്തിലുള്ള ഇസ്രായേലിന് അനുഭാവം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ചാരന്മാരെ പോലെ പ്രവർത്തിക്കുന്ന ചില ആളുകൾ ഈ തരത്തിലാണ് ആക്രമണം ഇസ്രായേൽ നടത്തിയത് എന്ന് സംസാരിക്കുന്നതിൽ നിന്ന് പിന്നോക്കം പോയി. അവർ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടില്ല എന്ന് ചുരുക്കം. ഇസ്രായേൽ പിന്നീട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകി എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. പിന്നീട് അതിനോടനുബന്ധിച്ച് തുടർച്ചയായ രീതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: വർഷാന്തം അമേരിക്ക ഇസ്രായേലിന് വേണ്ടി നീക്കിവെക്കുന്ന ബജറ്റിലെ പണപ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിൻ്റെ ഒരു വിഹിതം അവർ തിരിച്ചു നൽകി എന്ന് മാത്രം. അതല്ലാതെ ഇസ്രായേലിന് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് $1 നഷ്ടം പോലും ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. USS ലിബർട്ടി 1968 സർവീസ് നിർത്തി. ഈ പറയപ്പെട്ട യുദ്ധക്കപ്പൽ ഈ കപ്പൽ സർവീസ് നിർത്തുകയും പിന്നീട് സ്ക്രാപ്പ് ആക്കിയിട്ട്, പൊളിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് വിൽപ്പന നടത്തുകയും ചെയ്തു. ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ കാര്യം, മധ്യത്തിലേക്ക് മിസൈൽ പായിച്ചുകൊണ്ട്, മിസൈൽ വീണുകൊണ്ട് കപ്പൽ 2 ഭാഗമായിട്ട് ചെതറി പിളർന്നു പോയി എന്നുള്ളതാണ് പറയുന്നത്. ലിൻഡൺ ബി ജോൺസൺ, അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ്, ഒരു പ്രത്യേകമായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടു, അല്ലെങ്കിൽ ഒരു മൊഴി പറഞ്ഞു. അത് രഹസ്യമായിരിക്കുന്ന സൈനികരും അതിൻ്റെ ഏറ്റവും ബന്ധപ്പെട്ട ആളുകളും ചേർന്ന് നിൽക്കുന്ന യോഗത്തിൽ വെച്ചിട്ടാണ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പരാമർശിച്ചത്. നമ്മൾ നോക്കുന്ന സമയത്ത് ഏറെക്കുറെ ഇസ്രായേലിന് ഒരു പക്ഷേ ഇതിൽ പങ്കാളിത്തം ഉണ്ടാവാം. അവരുദ്ദേശിച്ച കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ ശത്രുതാപരമായ രീതിയിലുള്ള സമീപനത്തോടു കൂടി ഇസ്രായേലിനെ നമ്മൾ സമീപിച്ച് കഴിഞ്ഞാൽ ശത്രുക്കൾ ആ ഭാഗത്തുണ്ട്. 6 ഡേ വാർ എന്ന് പറഞ്ഞാൽ 4 രാജ്യങ്ങൾ, 4+2 6 രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടുന്ന അതിഭയാനകരമായിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ മുനമ്പിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത്. നമ്മൾ അവരെ ആക്രമിക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കോ നീങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ശത്രുക്കളായിരിക്കുന്ന അറേബ്യൻ രാജ്യങ്ങൾ ജയിച്ചു പോകും. ഇപ്പോൾ മൗനം പാലിക്കുക നല്ലത്. പിന്നീട് നമുക്ക് സംസാരിക്കാം. ഈ സംസാരം രഹസ്യമാണ്, ചോർത്താൻ വേണ്ടി പാടില്ല, അത് ചോർന്നു പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ 34ഓളം സൈനികരടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ രഹസ്യ കാര്യങ്ങൾ അങ്ങനെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. അവരുടെ ഈ പ്രത്യേകിച്ച് ഏറ്റവും സുരക്ഷയുള്ള സംവിധാനം, ഇതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അമേരിക്ക എന്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചില്ല എന്നൊരു പ്രസക്തമായിരിക്കുന്നൊരു ചോദ്യം സൈനികരും കമാൻഡർമാരും അന്ന് ഇവരോട് ചോദിച്ചു. രാഷ്ട്രീയ നേതാക്കന്മാർ സൈനിക കമാൻഡർമാരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല എന്ന്. അതിനോട് പറയുന്ന മറുപടി, ഇസ്രായേലാണ് ഈ നിരീക്ഷണം നടത്തുന്നത്, അവരുടെ ബോട്ടുകളാണ് വരുന്നത്, നമ്മൾ സൗഹൃദ രാജ്യമാണ്, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എത്തിയത്. അപ്പോൾ അവരെ സംരക്ഷിക്കുക എന്നുള്ളതായതുകൊണ്ട് അവരെ പ്രത്യേകം നമ്മൾ ആക്രമിക്കുക, നിരീക്ഷിക്കുക ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ പൊടുന്നനെ പെട്ടെന്നുണ്ടായി. ആ പെട്ടെന്നുള്ള വെപ്രാളത്തിനിടെ തിരിച്ചടിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഭാഗത്ത് ഈ ഈജിപ്തിൻ്റെ സൈന്യത്തിന് നേരെ ബോംബ് സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ടും ആക്രമിക്കാൻ വേണ്ടിയിട്ടും എല്ലാ സഹായവും ഒത്താശയും അമേരിക്ക ചെയ്തു കൊടുത്ത അതേ അമേരിക്കയുടെ ഈ പറയപ്പെട്ട രഹസ്യ കപ്പലിന് നേരെ ഇസ്രായേൽ തന്നെ ബോംബിട്ടു എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമില്ല. ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചു, ഒതുങ്ങാതെ പോയി. ലിൻഡൺ ബി ജോൺസൺ എന്ന അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ രഹസ്യമായിരിക്കുന്ന ചർച്ചാ സംബന്ധമായ പിന്നീട് ലീക്കായി പുറത്തു വന്നതോടുകൂടി അമേരിക്കയ്ക്ക് എല്ലാം അറിയാം, മൗനം പാലിച്ചതാണ് എന്നുള്ള രീതിയാണ് വരുന്നത്. അപ്പോൾ കെന്നഡി വധിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് ചുമതലയേറ്റ ആളാണ് ലിൻഡൺ ബി ജോൺസൺ എന്ന് പറയുന്നത്. ലെവി എസ്കോൾ എന്ന് പറയുന്ന ആളാണ് അന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി. ഇവർ തമ്മിൽ നല്ലൊരു സ്വരച്ചേർച്ചൊന്നുമില്ല. പക്ഷേ ആക്രമിക്കുന്നത് ഈ മുസ്ലിം രാജ്യത്തായതുകൊണ്ട് അങ്ങനെ ഒരു ഏകോപനം ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് അന്ന്. എന്നാൽ വലിയ സുഹൃത്തുക്കളാണ് എന്നുള്ളത് സൗന്ദര്യപ്പിണക്കം മാത്രമേ ഉള്ളൂ എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം, സമാന സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട്.
അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് മുൻപ് ഇസ്രായേൽ ചെയ്തു വെച്ച ആ പ്രവർത്തനങ്ങളുടെ ആവർത്തനം ഈ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഉണ്ടാകുമോ എന്ന് അമേരിക്കയ്ക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള കപ്പലുകളും അതിൻ്റെ സൈനികരും അതിൻ്റെ സംവിധാനങ്ങളും വൻ സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് ഇപ്പം നിലനിൽക്കുന്നത് എന്ന് മാത്രമല്ല വലിയ രീതിയിൽ ആകാശ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഏതൊരു ശത്രുവിൻ്റെ ഭാഗത്തു നിന്ന് അക്രമം വന്നാലും തിരിച്ചടിക്കണം എന്നുള്ള നിർദ്ദേശം അമേരിക്കൻ സൈനികർക്ക് നൽകിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.